സർവകലാശാല ഭൂമി CPM കയ്യേറിയെന്ന ആരോപണത്തിൽ വിശദീകരണം തേടി ഹൈക്കോടതി. 3 ആഴ്ചയ്ക്കകം സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കണം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, കേൾക്കാമെങ്കിൽ ഈ കേരള സർവകലാശാല ഭൂമി CPM കയ്യേറിയത് ആരോപണം മാത്രമല്ല, വ്യക്തമായ തെളിവുകളുണ്ട്. ഇതിൽ ഹൈക്കോടതി എന്ത് വിശദീകരണമാണ് തേടിയിരിക്കുന്നത്? സർക്കാർ സത്യവാങ്മൂലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാകും ബോധിപ്പിക്കാൻ ഒരുങ്ങുന്നത്? അശ്വതി, 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ സംഭവത്തിൽ ഈ ഹർജിയിന്മേൽ സംസ്ഥാന സർക്കാർ വിശദമായിട്ടുള്ള സത്യവാങ്മൂലം നൽകണമെന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് അല്ലെങ്കിൽ നിർദ്ദേശം. പ്രധാനമായിട്ടും ഹർജിക്കാരനായിട്ടുള്ള RS ശശികുമാർ, അതായത് കേരള സർവകലാശാലയിലെ മുൻ ജോയിന്റ് രജിസ്ട്രാറാണ് അദ്ദേഹമാണ് ഇത്തരമൊരു ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത് കേരള സർവകലാശാലയുടേതും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയും കയ്യേറി CPM AKG സെന്റർ അടക്കം നിർമ്മിച്ചു എന്നുള്ളതാണ് ആക്ഷേപം. അതുകൊണ്ട് തന്നെ ഈ ഭൂമി വിട്ടുകിട്ടാനായിട്ടുള്ള നടപടികൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വേണം. അതിന് ഹൈക്കോടതി നിർദ്ദേശം നൽകണം. മാത്രവുമല്ല, ഈ ഭൂമി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട്, അതായത് 1944 കാലഘട്ടത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് കേരള സർവകലാശാലയുടെ 15 സെന്റോളം ഭൂമി AKG സെന്ററിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ CPMന് കൈമാറി എന്നുള്ളതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന കരുതൽ. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള രേഖകളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. RS ശശികുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിവരാവകാശ നിയമപ്രകാരം ഒക്കെ തന്നെ അപേക്ഷ നൽകിയെങ്കിലും യാതൊരു മറുപടിയും ലഭിച്ചില്ല. സർക്കാരിന്റെ പക്കലോ റവന്യൂ ഓഫീസിലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുരാവസ്തു വകുപ്പിലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിധ രേഖകളുമില്ല. അതായത് ഈ ഭൂമി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട്. മാത്രവുമല്ല, വിവരാവകാശ നിയമത്തിന് പ്രകാരം നൽകിയിട്ടുള്ള അപേക്ഷയിൽ കൃത്യമായിട്ടുള്ള മറുപടി സർക്കാർ നൽകിയിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ശശികുമാർ ഇത്തരമൊരു ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ, അതായത് രേഖകൾ ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും ഈ വിശദീകരണത്തിൽ ഒപ്പം നൽകണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. എന്തായാലും ഹൈക്കോടതി നൽകിയിട്ടുള്ള ഈ ഹർജിയിൽ പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപം AKG സെന്റർ നിർമ്മിക്കുക മാത്രമല്ല, അനധികൃതമായിട്ട് ഭൂമി കയ്യേറിക്കൊണ്ട് ഈ ഭൂമിയിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതും ആക്ഷേപമാണ്. കൂടാതെ ഈ 40 സെന്റ് ഭൂമി എന്ന് പറയുന്നത് സർക്കാർ പുറമ്പോക്കാണ്. 15 സെന്റ് ഭൂമിയാണ് കേരള സർവകലാശാലയുടേത് മാത്രമായിട്ടുള്ളത്. AKG സെന്റർ എന്ന് പറയുന്നത് സർവകലാശാലയുടെ അംഗീകൃത ഗവേഷണ കേന്ദ്രമൊന്നുമല്ല. അവിടെ അനധികൃതമായിട്ട് കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPM ആ കെട്ടിടം ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അനുമതി അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊന്നും തന്നെ നൽകരുത്. അതുകൂടാതെ തന്നെ കൃത്യമായിട്ട് ഇതിന് ഇടക്കാല ഉത്തരവെന്നുള്ള രീതിയിൽ CPMന്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കന്മാരോ ഈ കെട്ടിടം ഉപയോഗിക്കുന്നതിന് വിലക്കണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചത്. പക്ഷേ ഇടക്കാല ഉത്തരവിലേക്കൊന്നും തന്നെ ഹൈക്കോടതി കടന്നില്ല. പകരം വിശദീകരണം തേടിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് കടന്നത്. മറ്റൊരു ആക്ഷേപം പ്രധാനമായിട്ടും ഈ ഹർജിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് CPMന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ കെട്ടിടം നിർമ്മാണം നടത്തിയിട്ടുള്ളതും ഒപ്പം തന്നെ അനധികൃതമായിട്ട് ഈ ഭൂമി കയ്യേറിയിട്ടുള്ളതും. എന്തായാലും ഇതിലടക്കം വിശദമായിട്ടുള്ള ഒരു മറുപടി സംസ്ഥാന സർക്കാർ നൽകണം. ഈ ഭൂമി AKG സെന്ററിന് അനുവദിച്ച കാര്യത്തിൽ അതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടെങ്കിൽ അതും സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ നൽകേണ്ടി വരും. അശ്വതി. രേഷ്മ, വിവരങ്ങൾ വ്യക്തമാണ്. കേരള സർവകലാശാല ഭൂമി CPM കയ്യേറിയെന്ന ആരോപണത്തിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന്.